അങ്ങനെ നമ്മൾ പുതിയ ഒരു എപ്പിസോഡ് കൂടി തുടങ്ങുവാണ് നമ്മുടെ സിംപ്ലി നാടിൻ്റെ. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കച്ചേരിപ്പടിയാണത്. കച്ചേരിപ്പടി ജംഗ്ഷനിൽ നിന്ന് നേരെ ചിറ്റൂർ പോകുന്ന വഴിക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ കസ്ബ, അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ, അതായത് ഇവിടെ ഒരു RDS ഫ്ലാറ്റൊക്കെ ഉണ്ട്. RDS ഫ്ലാറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഇന്ന് കയറാൻ പോകുന്ന റെസ്റ്റോറൻറ്റ്. എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇത്തിരി ഹൈ ക്ലാസ് റെസ്റ്റോറൻ്റാണ്. പക്ഷേ ഇവിടെ നമ്മൾ വന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണമല്ലോ നമുക്ക് വേണ്ടത്, നാടിനായിട്ടുള്ള ഐറ്റംസ്. അതെന്തൊക്കെയോ ഇവിടെ നല്ല സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. നമ്മളത് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. വേറെ ഒന്നുമല്ല, റെസ്റ്റോറൻറ്റ് നമ്മുടെ കൈറാണ്. കൈറ നമുക്ക് എന്തായാലും ബാക്കി ഉള്ളിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാമല്ലേ. വയോ. ഇവിടെ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കയറിയപ്പോൾ തന്നെ ഇവിടെ ഫുട്ബോളും കളിക്കാൻ ക്രിക്കറ്റും കളിക്കാൻ എന്നുള്ളൊരു അവസ്ഥയൊക്കെ തോന്നുന്നുണ്ട്. നല്ല പാർക്കിംഗ് ഏരിയ, ഇവിടെ തന്നെ ഒരു എന്താ പറയുക നല്ല ചെടിയും ലോണും എല്ലാം. ഹായ് സിബി, നിഷ. അതെ, ഇവരാണ് നമ്മുടെ ഖൈറ ഗ്രൂപ്പിൻ്റെ എല്ലാം. കൈറ ഗ്രൂപ്പാണ് ആക്ച്വലി ഫുൾ ക്യാമ്പസ് കൈറ എന്നുള്ള കൺസെപ്റ്റിലാണ് റെസ്റ്റോറന്റ് നടത്തുന്നത്. തോംസൺ ഗ്രൂപ്പ് തിരുവല്ല. ഞാനത് ചോദിക്കാൻ വേണ്ടി നിന്നൊക്കെയായിരുന്നു. ഇവിടെ ഫ്രണ്ടിൽ എന്തുകൊണ്ടാ തോംസൺ കൈറ എന്റെ തോംസൺ റെസ്റ്റോറന്റ് ആക്ച്വലി നമുക്ക് തോംസൺ ആണ്. തിരുവല്ല ബേസ്. അപ്പോൾ ചേട്ടനാണ് തോംസൺ ഗ്രൂപ്പിൻ്റെ മാനേജറാണ്. ഓക്കെ. അപ്പോൾ രണ്ടുപേരും കൂടി ചേർന്ന് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകാനെല്ലാം കൂടി അല്ലേ നമ്മുടെ റെസ്റ്റോറൻ്റാണല്ലേ. ഓക്കെ. എനിക്ക് ഫ്രണ്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ നല്ല ക്രിക്കറ്റ് കളിക്കാനും കളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു പ്രത്യേകം എന്ന് വെച്ചാൽ ഉടനെ തന്നെ ഒരു കോഫി ഷോപ്പ് വരുന്നുണ്ട് ഇവിടെ തന്നെ ജസ്റ്റ് പുറത്തൊരു ഔട്ട്ലെറ്റ് ഉണ്ട് ഇതിന്റെ സൈഡിലായിട്ട്. പിന്നെ ഒരു ബൊട്ടീക്ക് ഉണ്ട്, ലേഡീസ് ഡിസൈനർ വെയർ ഒക്കെ ഉള്ളൊരു. വരുമ്പം കഴിക്കുകയും ചെയ്യാം, ഷോപ്പിങ്ങും ചെയ്യാം, ഈവനിങ് ടീയും കുടിച്ചിട്ട് പോവാം. അങ്ങനെ അപ്പൊ രാവിലെ വരിക രാത്രി പോവാം എന്നുള്ളൊരു. അപ്പൊ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് റെസ്റ്റോറന്റിലുള്ളത്? നാടൻ ഉണ്ടാവണല്ലേ, ഞങ്ങൾ ഇങ്ങനെ വരുന്നത് ഏരിയയിൽ കിടക്കില്ലല്ലോ. കപ്പ, മീൻകറി, കരിമീൻ പൊള്ളിച്ചത്, ഫിഷ് മോളി, കുട്ടനാടൻ ഇതെല്ലാം നമുക്ക് വേണ്ടത്. അതല്ലാണ്ട് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ചൈനീസ് ഉണ്ട്, ഓക്കെ. ശരി, നമ്മൾ ഖൈറ ഇവിടെ തുടങ്ങിയിട്ട് എത്ര നാളായി? ഖൈറ ആക്ച്വലി തുടങ്ങിയിട്ട് 2 വർഷമായി. ഇതിപ്പം തോംസൺ ഏറ്റെടുത്തിട്ട് സെപ്റ്റംബർ 8 മുതൽ 2 months ആയിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്രിക്കറ്റ് കളിക്കാൻ തോന്നിയത്. ശരിക്കും ഇത്ര നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിടന്നിട്ട് നമ്മൾ വേറെ ഒരു എന്താ പറയുക എക്സ്റ്റെൻഡ് ചെയ്യാത്ത വേറെ നമ്മൾക്ക് പറ്റിയ തട്ടുകടയും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ തുടങ്ങാത്ത എന്തുകൊണ്ടാണ്? ശരിക്കും ലാസ്റ്റ് വീക്കില് ഷാപ്പ് മേള വെച്ചായിരുന്നു. നല്ല ഹിറ്റായിരുന്നു. വരുന്നുണ്ട്, അടുത്ത് തന്നെ ഉണ്ട്. എന്തായാലും അറിയിക്കണം, നമ്മൾ വരണം. താങ്ക് യു. അപ്പോൾ അങ്ങനെയല്ലേ. അപ്പോൾ ഏകദേശം അത് അടുത്ത് എന്നത്തേക്കൊക്കെ വരാൻ പറ്റും? വലിയ താമസമില്ല, അടുത്ത് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് ബാക്കി അങ്ങോട്ട് കിച്ചണിലേക്കും ഷെഫിനെയും പരിചയപ്പെട്ട് ബാക്കിയെല്ലാം നമുക്ക് അറിയാം. ഇതാണ് കിച്ചൺ അല്ലേ? ഇത് നമ്മുടെ പാർക്കിംഗ് ഇപ്പൊ ഫില്ലായി കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിയായിട്ടാണ്. വിശാലമായ കിച്ചണാണ്. എല്ലാവർക്കും വിശാലം വരും. വിശാലമായ മനസ്സുള്ളവരാണ് എല്ലാം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ നല്ല വലിയ 5 star സെറ്റപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു രീതി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ സെറ്റപ്പിൽ നമ്മുടെ നാടൻ ഫുഡും കിട്ടും എന്ന് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നമ്മുടെ ഇപ്രാവശ്യത്തേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഷെഫിനെ മീറ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ ഷെഫല്ലേ, വിഷ്ണു ജോമോൻ സീനിയറാണ്. വിഷ്ണു അപ്പൊ നമ്മുടെ ആളൊന്നും ഏതാ തൊപ്പി? നമ്മുടെ ഫിഷ് കറിയുടെ മെയിൻ ആളാണ്, ഡക്കിന്റെ മെയിൻ ആളാണ്, താറാവാണ്, കോഴിയില്ല. അപ്പൊ ഞങ്ങള് വലിയ വലിയ ഡിസ്കഷൻസ് ഉണ്ടല്ലേ, പുതിയ പ്രൊജക്ട്സ് ഒക്കെ ഇങ്ങനെ ഓണാണ്. അത് കാരണം കുറെ ബിസിയാണ്. തീർച്ചയായിട്ടും താങ്ക് യു. ഒക്കെ കാണാം. അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ആദ്യം കോഴിയല്ല അല്ല താറാവ് ഉണ്ടാക്കാൻ പോവാണ്. ജോൺ ചേട്ടനാണ് താറാവ് ഉണ്ടാക്കാൻ പോകണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം അതിൻ്റെ ഓണാക്കി അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തെ കുറിച്ച് ഞാൻ ഒന്ന് പറയ്. പറയാം. അപ്പം നമ്മൾ കുട്ടനാടൻ സ്റ്റൈലിൽ താറാവ് കറിയാണ് താറാവ് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്. തേങ്ങാപ്പാലൊക്കെ ഇവിടെ ഒഴിച്ച് നല്ല തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച കുട്ടനാട നല്ല താറാവ് കറിയാണ്. നല്ല താറാവ് കറിയാണ്. അതിന് ഫസ്റ്റ് നമ്മൾ ഇത് ഉരുളി വെച്ച് ചൂടാക്കി അതിന് ശേഷം എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിക്കുക, സവോള സോട്ട് ചെയ്യാൻ എണ്ണ ഒഴിക്കുകയാണ്, സവോള സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സവോള സോട്ട് ചെയ്യണം. അപ്പോൾ ഏകദേശം അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ചെറിയ പോർഷനെ താറാവ് കറി ഇപ്പോൾ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള ചെറിയ പോർഷൻ എനിക്ക് വേണ്ടി മാത്രം, വേറെ ആർക്കും കൊടുക്കില്ല. ഗാർലിക് ഗാർലിക്കാണ് ഇടാൻ പോകുന്നത്. ഏകദേശം ഒരു നല്ലതാണ്, അതെന്തോരം നല്ലതാണ്. വെളുത്തുള്ളി, അതിന് ശേഷം ഇച്ചിരി വെളുത്തുള്ളി, ജിഞ്ചർ, യെസ് ഇഞ്ചി, അതിന് ശേഷം ലേശം പച്ചമുളക്. ഞാൻ അവിടെ നടക്കാറ്. ഇച്ചിരി പച്ചമുളക്. അതിൻ്റെ എരിവിന് ബാലൻസ് ചെയ്യത്തക്ക രീതിയിലുള്ള പച്ചമുളക് ഇടാവുള്ളൂ. ഇപ്പോൾ കറിവേപ്പില, ലേശം കറിവേപ്പില. അപ്പോൾ അതിൻ്റെ ശേഷം ഒരു ഹാഫ് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ സവോള ഇടുന്നു. സവോള ഫ്രൈ ആകാൻ നിൽക്കണ്ട, അതിൻ്റെ റോട്ടേസ് ഒന്ന് മാറിയതിന് ശേഷം സവോള ഇട്ട് വഴറ്റണം. അതിന് ശേഷം കുറച്ച് തക്കാളി ഇടണം. തക്കാളി ലേശം ഉപ്പിടണം. ഉപ്പിടുന്ന നമ്മൾ സോട്ടായി കിട്ടാനുള്ള എളുപ്പത്തിൽ പെട്ടെന്നായി കിട്ടും. എപ്പോഴും നമ്മൾ വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സോട്ടായി കിട്ടും. ശരിക്കും നന്നായിട്ട് വാടി വേണം. അതിന് കുറച്ച് സമയം എടുക്കും. കാരണം ഇല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യണം, പിന്നെ കറിക്ക് അതിൻ്റെ ഒരു ഫ്ലേവറിൽ ഒരു മാറ്റം വരും. ശരിക്കും ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഫ്ലേവർ മാത്രമല്ല, ഇപ്പം നാച്ചുറൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സവോളയിൽ നന്നായിട്ട് ആ ഒരു കുഴഞ്ഞ ഒരു പരുവത്തിൽ നിൽക്കണം. അത് ആ സോട്ടായി വരാൻ കുറച്ച് സമയം എടുക്കും. ചെറിയ ഫ്ലെയിമിൽ വെക്കണം. ഒരുപാട് ഫ്ലെയിം വെച്ചിട്ടുണ്ടെങ്കിൽ സവോള കരിഞ്ഞ് ഫ്രൈ ആയി പോകും. ചെറിയ സിമ്മിട്ടിട്ട് ചെയ്യണം. സിമ്മിലിട്ട് നന്നായിട്ട് അങ്ങനെ വഴറ്റിയെടുക്കും. ഇന്നിപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ താറാവ് ഞാൻ പറഞ്ഞില്ല. താറാവ് നമ്മൾ ഓൾറെഡി അത് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ ബോയിൽ ചെയ്യുമ്പോൾ ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി അതെല്ലാം നമ്മൾ ഇത് ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചേക്കാണ് താറാവ്. കാരണം അതിന് പിടിച്ചോളൂ, എൻ്റെ കൈ പൊള്ളുന്നുണ്ട്. ഇപ്പോൾ ബോയിൽ ചെയ്തെടുത്തോളൂ. കാരണം ഇത് ഇപ്പോൾ ഒരുപാട് സമയം എടുക്കും. സാധാരണ നമ്മൾ ഓപ്പണായിട്ട് ചെയ്ത് വെച്ച് ബോയിൽ ചെയ്യുമ്പോൾ താറാവിന് ഒരുപാട് ഡിലേ വരും. അപ്പോൾ നമ്മൾ ഷോർട്ട് ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഒന്ന് കുക്കറിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്ത് വെച്ചേക്കാം. സവോളയും തക്കാളിയും പച്ചമുളകും പിന്നെന്താ ജിഞ്ചറും ഗാർലിക്കും എല്ലാം കൂടി നന്നായിട്ട് കിടന്നങ്ങ് വഴങ്ങും.